എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായം 60-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 7:60. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തേഫാനോസിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രാർത്ഥനയോടെ ജീവിതം അവസാനിപ്പിച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതം കൈക്കൊള്ളണമേ. ക്രൂശിൽ യേശുവിൻ്റെ പ്രാർത്ഥനയെ അനുസ്മരിപ്പിക്കുന്നതാണിത്. ജീവിച്ചിരിക്കുമ്പോൾ ദൈവവുമായി സജീവ ബന്ധമുള്ളവർക്ക് മാത്രമേ അന്ത്യത്തിൽ ദൈവകരങ്ങളിൽ ജീവൻ അർപ്പിച്ച് അത് അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഹോട്ടൽ ശൃംഖലയൊക്കെ നടത്തി കോടീശ്വരനായ ഒരാളെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. വളരെ ചെറിയ തോതിലായിരുന്നു ആരംഭം. പ്രത്യേക വ്യാപാര ശൈലി കൊണ്ടാണ് കോടീശ്വരനായത്. മക്കളെയും ആ രംഗത്ത് പ്രവേശിപ്പിച്ചു. മരണാസന്നനായി കിടക്കയിൽ അദ്ദേഹം എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. മക്കൾ അടുത്ത് എന്ന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ചെവി കൂർപ്പിച്ച് നാവോട് ചേർത്ത് പിടിച്ചു. ഈ വ്യവസായികളായ മക്കളോട് മരണക്കിടക്കയിൽ അപ്പൻ പറഞ്ഞത് സ്ലൈസ് ദ ഹാം തിൻ എന്നാണ്. അതായത് ബർഗറിന് ഇറച്ചി ഏറ്റവും കനം കുറച്ച് അരിയണം. അങ്ങനെയാണ് ആ അപ്പൻ പണമുണ്ടാക്കിയത്. ബർഗർ വ്യാപാരിയായിരുന്നു. അതിന് ഇറച്ചി കനം കുറച്ച് അരിഞ്ഞ് ഉപയോഗിച്ചാണ് ലാഭം കൊയ്തത്. എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ ഒരാൾക്ക് മരിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ പ്രാർത്ഥനയോടെ മരിക്കാനും കഴിയൂ. ആത്മനിറവിൽ പ്രാർത്ഥനയോടെ ജീവിച്ച് പ്രവർത്തിച്ച സ്തേഫാനോസ് മരണസമയത്ത് പ്രാർത്ഥിച്ചെങ്കിൽ അതിലൊട്ടും അതിശയമില്ല. മെൻ ഡൈ ആസ് ദേ ലിവ്. എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ ആയിരിക്കും മരണവും. മറ്റൊരു പ്രത്യേകത, ശത്രുക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ തന്നെ ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പ്രസംഗിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചവനും കൂടിയായിരുന്നു സ്തേഫാനോസ്. യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അനുധാവനം ചെയ്യുന്നവനെ മാനുഷികമായി അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ജോർജ് വിസാർട്ട് എന്ന ഭക്തനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ട് കൊലമരത്തിലേറ്റിയവൻ. വിസാർട്ടിനെ പോലെ വിശ്വാസവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്ന ഒരാളെ വധിക്കാൻ ആരാച്ചാർ മടിച്ചു. എന്നാൽ വിസാർട്ട് മുൻപോട്ട് എന്ന് അദ്ദേഹത്തെ ചുംബിച്ചു പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇത് അതിൻ്റെ അടയാളമാണ്. യേശുവിനെ യഥാർത്ഥമായി പിൻപറ്റുന്നവർക്കേ ഈ വിധം പ്രവർത്തിക്കാൻ സാധിക്കൂ. സ്തേഫാനോസ് യേശുവിൻ്റെ ശൈലിയിൽ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. മറ്റൊരു പ്രത്യേകത, അവൻ നിദ്ര പ്രാപിച്ചു എന്നാണ് ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട ക്രൂരമായ മരണത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് നിദ്ര പ്രാപിച്ചു എന്നാണ്. ഏറ്റവും മനോഹര വാക്കുകളിലുള്ള വിവരണം ഇതാണ്. F.F. ബ്രൂസ് പറഞ്ഞിരിക്കുന്നു, ജീവിതത്തിൻ്റെ അവസാനം വളരെ അപ്രതീക്ഷിതമായിട്ടെങ്കിലും സമാധാനപൂർണമായും മനോഹരമായും അതിനെ മാറ്റുക.
കല്ലെറിഞ്ഞ് കൊല ചെയ്യപ്പെട്ടവൻ മരിച്ചത് തികഞ്ഞ ശാന്തതയിലാണ്. അകൽച്ചയും വേർപിരിയലുമാണ് മരണം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. മരണത്തിൻ്റെ ക്രിസ്തീയ പദമാണ് നിദ്ര. നിദ്രയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഉണർവുണ്ട് എന്ന് തന്നെയാണ്. കർത്താവ് പറഞ്ഞത് എൻ്റെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്നാണ്. അതുകൊണ്ട് അതൊരു അന്തമല്ല, ജീവനിലേക്കുള്ള വഴിയാണ്. സാൽവേഷൻ ആർമിയുടെ ഒരു പ്രതിമാസ പത്രിക ഉണ്ടായിരുന്നു, വാർ ക്രൈ, യുദ്ധശബ്ദം. അതിൽ നിര്യാതരായവരെ കുറിച്ചൊരു പങ്ക്തിയുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. സ്തെഫാനോസിൻ്റെ മരണത്തിലൂടെ, അതായത് ഒരു പ്രകടമായ ഫലം ഉളവാക്കിയ മരണമായിരുന്നു സ്തെഫാനോസിൻ്റെ. ഒന്നാമത്തെ രക്തസാക്ഷിയാണ്. അപ്പോൾ സാക്ഷി എന്ന പദത്തിൻ്റെ ഗ്രീക്ക് പദം ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ്, മാർട്ടീർ എന്നാണ്, രക്തസാക്ഷി. പരിശുദ്ധാത്മാവാണ് സാക്ഷ്യം വഹിപ്പാൻ നമ്മെ ശക്തീകരിക്കുന്നത്. സ്തെഫാനോസ് സാക്ഷിയായിരുന്നു, രക്തസാക്ഷിയുമായി. അതിൻ്റെ ഫലം ഒന്ന് ശൗലിൻ്റെ മാനസാന്തരമാണ്. സ്തെഫാനോസിനെ കല്ലെറിയാൻ പോയവരുടെ വസ്ത്രം സൂക്ഷിച്ചത് ശൗലായിരുന്നു. അവനും അവരുടെ പക്ഷമായിരുന്നു. സ്തെഫാനോസിൻ്റെ മരണവും മരണവിധവും ശൗലിൻ്റെ മാനസാന്തരത്തിന് മുഖാന്തരമായി എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതുകൊണ്ടാണ് രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ് എന്ന് സഭാപിതാവ് ഓർമ്മിപ്പിക്കുന്നത്. സ്തെഫാനോസിൻ്റെ മരണം കൊണ്ട് സംഭവിച്ച മറ്റൊന്ന്, അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു എന്ന് 8-ാം അധ്യായത്തിൽ കാണുന്നു. സ്തെഫാനോസിൻ്റെ മരണം വേദനാജനകമാണ്. ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും മരണത്തിലൂടെയും പ്രകടമായ സാക്ഷ്യം സഭയുടെ വളർച്ചയ്ക്ക് ദൈവിക പദ്ധതിയായിരുന്നു എന്നതിൽ സംശയമില്ല. ദേവാലയത്തെക്കുറിച്ചും ന്യായപ്രമാണത്തെക്കുറിച്ചും ന്യായാധിപ സംഘത്തിലും മറ്റും സ്തെഫാനോസ് പറഞ്ഞത് ദുരുപദേശമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്നാൽ പഴയ നിയമ ചരിത്രം പരിശോധിച്ചാൽ ദൈവജനം എവിടെയെല്ലാം താവളമടിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഒരു ആലയവുമായി ബന്ധപ്പെടാതെ അവരോടൊത്ത് വസിക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. അവൻ്റെ പൂർണ്ണ വെളിപ്പാടായ യേശുക്രിസ്തു അപ്രകാരം ജനത്തോടൊത്ത് വസിക്കുന്നവരാണ്. എവിടെയെല്ലാം ക്രിസ്തു ശിഷ്യർ സുവിശേഷ ഘോഷണത്തിലായിരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഇത് നമുക്ക് ആഴമായ ചിന്ത നൽകുന്ന സംഭവത്തിൻ്റെ ഒരു ഓർമ്മ കൂടെയാണ്. ജീവിതത്തിൻ്റെ ഒരു പര്യവസാനം അത് വളരെ പ്രതീക്ഷാ നിർഭരവും പ്രത്യാശയുള്ളതും ശാന്തവുമായിരിക്കും. കാരണം ക്രിസ്തുവിനോടൊത്തുള്ള യാത്രയുടെ ആ ഒരു മനോഹരമായ ദൃശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ക്രിസ്തു സാന്നിധ്യം നമ്മിലുണ്ടെങ്കിൽ അതിനെയൊക്കെ ശാന്തതയോടെ മറികടക്കാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഇന്നിൻ്റെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തീയ സാന്നിധ്യം തിരിച്ചറിയാൻ ശാന്തമായി സൗമ്യമായി ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെ നേരിടാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിൻ്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വഴികാട്ടിയായി ആലോചനക്കാരനായി അടിയങ്ങളെ നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പുതിയ നാളുകൾ ദാനമായി നൽകണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.
സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.